വെൽക്കം ബാക്ക്. കേരള PSC മലയാളത്തിൽ 2014 മുതൽ 24 വരെ 10 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും 2011 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കരാരവിന്ദം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ കിട്ടുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് കരാരവിന്ദം. ഇത് വിഗ്രഹിച്ചെഴുതുമ്പോൾ എന്താ കിട്ടുന്നത്? അരവിന്ദം പോലുള്ള കരമാണ്. അരവിന്ദം പോലുള്ള കരമാണ് കരാരവിന്ദം എന്നുള്ള പദം വിഗ്രഹിച്ചെഴുതുന്നത്. അടുത്ത് നോക്കിയേ, ഇതിലെ ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഇതിലേതാണ്? അയാൾ അലക്കിത്തേച്ച വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ബാക്കിയുള്ളതിലൊക്കെ റെപ്പറ്റീഷൻ ഉണ്ട്. അയാൾ അലക്കിത്തേച്ച വെളുത്ത ശുഭവസ്ത്രം. ശുഭം തന്നെ വെളുപ്പാണ് അല്ലെ? അപ്പൊ വെളുത്ത എന്നൊക്കെ പറയുമ്പോ തെറ്റാണ്. അയാൾ അലക്കിത്തേച്ച വെളുത്ത ശുഭവസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്നുള്ളത്. ശുഭം എന്ന് പറയുന്നത് വെളുപ്പാണ്. 2 പ്രാവശ്യം ആയി പോണു. അയാൾ അലക്കിത്തേച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഓക്കെ, ഡി ആണ് കറക്റ്റ് ആയി വരുന്നത്. അയാൾ അലക്കി തേച്ച വെളുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അടുത്ത് നോക്കിയേ, ഇതിലെ ശരിയായ പദം ഏത്? അടിമത്തം എന്നുള്ള പദം ശരിയായ പദം ഏതാണ്? അടിമത്തം. ഓപ്ഷൻ സി ആണ്. അടിമത്തം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, നിനദം. നിനദം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നിനദം എന്ന് പറഞ്ഞാൽ നാദം എന്നാണ്. നാദം. നിനദം എന്ന് പറഞ്ഞാല് നാദമാണ്. അടുത്ത്, കുഞ്ഞിത്താച്ചുമ്മ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? കുഞ്ഞിത്താച്ചുമ്മ ഏത് കൃതിയിലേതാണ്? എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ള ഈ ഒരു കൃതിയിലെ കഥാപാത്രമാണ് കുഞ്ഞിത്താച്ചുമ്മ. അടുത്ത് നോക്കിയേ, പവനൻ എന്ന തൂലികാ നാമത്തിലൂടെ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? പവനൻ എന്ന തൂലികാ നാമത്തിലൂടെ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ്. പവനൻ എന്ന തൂലികാ നാമത്തിലൂടെ അറിയപ്പെടുന്ന സാഹിത്യകാരൻ PV നാരായണൻ നായരാണ്. അടുത്ത്, സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ആരാണ്? സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാമണി അമ്മയാണ്. സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ബാലാമണി അമ്മയാണ്. ഇനി പൊയട്രിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം എന്താണ്? കവിത്രയമാണ്. പൊയട്രിക് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ കവിത്രയമാണ്. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്നതിന്റെ മലയാളത്തിലുള്ള ചൊല്ല് ഏതാണ്? സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നാണ്. വെള്ളത്തിലൂടെ ഒഴുകും നിറകുടം തുളുമ്പില്ല എന്നൊക്കെ തോന്നും സ്റ്റിൽ വാട്ടേഴ്സ് എന്ന് കാണുമ്പോൾ. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നതിന്റെ മലയാളം ചൊല്ലാണ്. അടുത്ത്, വിദ്യുത് ശക്തി എന്ന പദം എങ്ങനെ പിരിച്ചെഴുതും? വിദ്യുത് ശക്തി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിദ്യുത് അധികം ശക്തിയാണ്. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് ശക്തിയുടെ ഈ ഒരു സ്പെല്ലിംഗ് നോക്കിയേ, പദശുദ്ധിയിൽ വേണമെങ്കിൽ ചോദിക്കാം. വിദ്യുത് ശക്തി, വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. അടുത്ത്, ശരിയായ പ്രയോഗം ശിരച്ഛേദം എന്നുള്ളത്. ഇതിൽ ശരിയായ പ്രയോഗം ഏതാണ്? ഈ ഓപ്ഷൻ ബി ആണ്, ശിരച്ഛേദം. ശിരച്ഛേദം. അടുത്ത് നോക്കി, അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ അല്ലെ? അറിയാൻ താല്പര്യം കാണിച്ചു, അയാൾ ജിജ്ഞാസ കാണിച്ചു എന്ന് പറയാം. അപ്പൊ അറിയാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജിജ്ഞാസയാണ്. ഘാതകൻ എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് എന്താണ്? ഘാതകൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഭക്ഷിക്കുന്നവനാണ്. കൊലയാളി എന്ന് വിചാരിക്കരുത്, അത് ഈ ഘാതകനാണ്. ഈ ഘാതകന്റെ അർത്ഥം എന്താണ്? കൊലയാളി എന്നാണ്. സോറി, ഭക്ഷിക്കുന്നവൻ എന്നാണ്. ഘാതകൻ ഭക്ഷിക്കുന്നവൻ എന്നാണ്. അടുത്ത് നോക്കിയേ, കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം ഏതാണ്? ഇതില് കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം ദൈവത്താറാണ്. കാവാലം നാരായണ പണിക്കർ രചിച്ച നാടകം. അടുത്ത്, നന്ദനാർ എന്നത് ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ എന്നുള്ളത് PC ഗോപാലന്റെ ആണ്. PC ഗോപാലന്റെ തൂലികാ നാമമാണ് നന്ദനാർ എന്നുള്ളത്. അടുത്ത്, പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആരാണ്? പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയ കവി ആരാണ്? പാലാ നാരായണൻ നായരാണ്. പാലാ നാരായണൻ നായരാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത്. നമ്മൾ വേറൊന്ന് പറഞ്ഞല്ലോ, സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ബാലാമണി അമ്മയാണ് അല്ലെ? സരസ്വതി സമ്മാനം ആദ്യമായി നേടിയത് ബാലാമണി അമ്മയാണ്. ആദ്യമായി നേടിയ മലയാളി ബാലാമണി അമ്മയാണ്. അതുപോലെ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം നേടിയത് പാലാ നാരായണൻ നായരാണ്. അടുത്ത്, where there is a will there is a way എന്നതിന് സമാനമായ ചൊല്ലേതാണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ്. where there is a will there is a way എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടുത്ത്, താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് ചേരുന്നത് ഇതിൽ ഏത് ഇംഗ്ലീഷ് ലൈനാണ്? യു ആർ അപ്പോയിന്റഡ് ടു ദിസ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പകരം ഇംഗ്ലീഷിൽ എന്ത് പറയും? യു ആർ അപ്പോയിന്റഡ് ടു
ദിസ്. അടുത്ത് സന്ധി നിർണ്ണയിക്കുക. റിക് പ്ലസ് വേദം, ഋഗ്വേദം. ഇത് എന്ത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്, ആദേശ സന്ധിയാണ്. അടുത്ത് നോക്കിയേ, പൈദാഹം എന്നതിന്റെ പര്യായ പദം എന്താണ്? പൈദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശപ്പും ദാഹവും ആണ്. പൈദാഹം തീർത്തു എന്ന് പറയുമ്പോൾ വിശപ്പും ദാഹവും തീർത്തു, ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു, അതിനെയാണ് പൈദാഹം തീർത്തു എന്ന് പറയുന്നത്. അപ്പൊ പൈദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശപ്പും ദാഹവും. അടുത്ത് നോക്കി, നിലാവിന്റെ പര്യായം അല്ലാത്തത് ഇതിൽ ഏതാണ്? ഇതിൽ കൗമുദി, ജ്യോത്സ്ന, ചന്ദ്രികയൊക്കെ നിലാവാണ്. പനിമതിയാണ് നിലാവിന്റെ പര്യായം അല്ലാത്തത്. അടുത്ത് നോക്കി, അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഏതാണ്? നീലകണ്ഠനാണ്. നീലകണ്ഠനാണ് അംബികാസുധൻ മാങ്ങാടിന്റെ എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം. അടുത്ത്, മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സംവിധായകൻ ആരാണ്? മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായരാണ്. വി മാധവൻ നായരാണ് മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തന്നിരിക്കുന്ന വാക്യത്തിന്റെ തെറ്റായ ഭാഗം ഏതാണ്? ഇതിലെ തെറ്റായ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഓരോ കുട്ടികളും, ഓക്കെ, കുട്ടികൾ എന്ന് മതിയായിരുന്നു. കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ബഹുവചനമായി. ഓക്കെ, കുട്ടികൾ, ഓരോ കുട്ടികൾ എന്നുള്ള ഓരോയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൽ തെറ്റായ ഭാഗം ഓപ്ഷൻ സി ആണ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണമെന്ന് മതിയായിരുന്നു. ഓരോ കുട്ടികളും ആവശ്യമില്ല. അപ്പൊ ഓപ്ഷൻ സി, സിയുടെ പാർട്ടാണ് തെറ്റായിട്ടുള്ള ഭാഗം ഇതില്. അടുത്ത് നോക്കിയേ, പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല എന്നതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? there is little water in the new well. ലിറ്റിൽ എന്ന് പറയുമ്പോൾ തീരെയില്ല അല്ലെ? ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടും ഇല്ല എന്നുള്ള അർത്ഥമാണ് ലിറ്റിൽ. ഇനി എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കുറച്ചുണ്ട്. എ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച്, ഒരു എന്നൊക്കെയുള്ള അർത്ഥമല്ലേ? അപ്പൊ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ പുതിയ കിണറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നേ വരുന്നത്. അപ്പൊ ലിറ്റിൽ എന്ന് വന്നതുകൊണ്ട് തീരെ ഇല്ല. ഓക്കെ, ഇവിടെ കണ്ടോ ഓപ്ഷൻ ബിയിൽ എ ലിറ്റിൽ എന്നാണ്. കണ്ടോ ഇവിടെ ഓപ്ഷൻ സിയിൽ സം വാട്ടർ. ഓക്കെ, ഡിയും തെറ്റാണ്. അപ്പൊ there is little water in the new well എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കിയേ, ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നതിന്റെ ശരിയായ അർത്ഥം രഹസ്യം പുറത്തറിയിക്കുക എന്നുള്ളതാണ്. ടു ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം പുറത്തറിയിക്കുക. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? പ്രിയജന വിരഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയജനങ്ങളുടെ വിരഹം. ഓക്കെ, പ്രിയജനങ്ങളുടെ വിരഹം. അടുത്ത് നോക്കി, ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപം എന്ന് എങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് പശ്ചാത്താപം എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത് നോക്കി, ശരിയായ വാക്യം കണ്ടെത്തുക. മദ്യം തൊട്ടാൽ രുചിക്കുകയോ ചെയ്യരുത്, മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്, മദ്യം തൊട്ട് രുചിക്കുകയോ ചെയ്യരുത്, മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത, അമ്മയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? അമ്മയുടെ പര്യായം അല്ലാത്തത് ജനയിതാവാണ്. ജനനി, ജനയിത്രി, ജനിത്രി ഒക്കെ അമ്മയാണ്. ജനയിതാവാണ് അമ്മയുടെ പര്യായം അല്ലാത്തത്. അടുത്ത, എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ്? എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ്. ഭീമൻ. അടുത്ത, കേരള പാണിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? എ ആർ രാജരാജവർമ്മയാണ് അല്ലെ? ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത, 2015 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? മനുഷ്യനൊരാമുഖമാണ്. മനുഷ്യനൊരാമുഖം. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറഞ്ഞാൽ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നാണ്. കുരയ്ക്കും പട്ടി കടിക്കില്ല. as you sow so shall you reap എന്ന് പറഞ്ഞാൽ എന്താണ്? as you sow so shall you reap എന്ന് പറഞ്ഞാൽ വിതച്ചതേ കൊയ്യൂ. വിതച്ചതേ കൊയ്യുവാണ് as you sow shall you reap എന്ന് പറഞ്ഞാൽ. അടുത്ത, സാക്ഷി എന്ന കാരകം അർത്ഥം വരുന്ന വിഭക്തി ഏതാണ്? സംയോജിക വിഭക്തിയാണ്. സംയോജിക വിഭക്തി. ആന പ്ലസ് ഭ്രാന്ത് എന്നെങ്ങനെ ചേർത്ത് എഴുതും? ആന പ്ലസ് ഭ്രാന്ത് ആന ഭ്രാന്താണ്. ആന ഭ്രാന്താണ്. ഇത് ഓപ്ഷൻ സി ആണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആനഭ്രാന്ത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആനഭ്രാന്ത് ഓപ്ഷൻ എ ഒക്കെ ആണെന്ന് തോന്നും. പക്ഷെ ആന പ്ലസ് ഭ്രാന്ത് എങ്ങനെ എഴുതും? ആനഭ്രാന്ത്. അടുത്ത് നോക്കിയേ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദമായ സ്വാഗതം. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏതാണ്? ഇതിലെ തെറ്റായ പദം ഏതാണ്? ഹാർദവം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദവമായ സ്വാഗതം എന്നാണ് ഇതില്. അപ്പൊ ഇതില് ഹാർദവം എന്നൊരു പദം ഇല്ല അല്ലെ? പക്ഷെ നമ്മളൊക്കെ മുന്നേ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്ന കേൾക്കാം അല്ലെ?
അദ്ദേഹത്തിനെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്ന് ഇപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് ഒരു തെറ്റായ പ്രയോഗമാണ്. ശരിക്കും എന്താണ് ഹാർദം എന്നുള്ളത് കേട്ടോ, ഹാർദം. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഹാർദവം എന്നുള്ള പദമാണ്. അടുത്ത ഓക്കെ, ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആലത്തൂർ കാക്ക എന്ന് പറഞ്ഞാൽ ആശിച്ചു കാലം കഴിക്കുന്നവനാണ് ആലത്തൂർ കാക്ക. അടുത്ത് വനം എന്നർത്ഥം വരുന്ന വരാത്ത പദം ഏതാണ്? വനം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ചത്വരമാണ്. ചത്വരം. വിപനം, ഗഹനം, അടവിയൊക്കെ വനമാണ്, ചത്വരമാണ്. വനം എന്ന അർത്ഥം വരാത്ത പദം. അടുത്ത എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? എസ് കെ പൊറ്റക്കാട് കഥാപാത്രമായി വരുന്ന നോവൽ പ്രവാസമാണ്, പ്രവാസം. അടുത്ത് പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? പാറപ്പുറത്ത് എന്നുള്ള തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഇ കെ മത്തായി ആണ്. ഓക്കെ, ഇ കെ മത്തായി ആണ് പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദന്റെ നാടകം ഏതാണ്? ഗാന്ധിയാണ് കേട്ടോ, ഗാന്ധിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദന്റെ നാടകം. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്നതിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഗതികെട്ടവൻ എന്നാണ് കേട്ടോ. വൺ ഹൂ ഈസ് ഡ്രിവൺ ടു ദ വാൾ എന്ന് പറഞ്ഞാൽ ശരി ഗതികെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത് നോക്കിയേ, ടു ലീവ് നോ സ്റ്റോൺ അൺടൂൺ. ഈ പ്രയോഗത്തിന്റെ സമാന അർത്ഥം വരുന്നത് എന്താണ്? സമഗ്രമായി അന്വേഷിക്കുക എന്നാണ്. ടു ലീവ് നോ സ്റ്റോൺ അൺടൂൺ. അൺടേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടൂൺഡ് അല്ല കേട്ടോ, അൺടേൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായി അന്വേഷിക്കുക. കണ്ടോ, വീണ്ടും ചോദിച്ചു ആന ഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് എങ്ങനെ ചേർത്ത് എഴുതും? ആന ഭ്രാന്താണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കിയേ, തെറ്റായ പ്രയോഗം കണ്ടെത്തുക. നോക്കിയേ, ഇതിൽ ഏതാണ് തെറ്റുള്ളതെന്ന്? ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. വീണ്ടും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകും. ഇതിൽ ഏതാണ് തെറ്റ്? ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ കൂടി പോകും. ഇതാണ് തെറ്റായ പ്രയോഗം ഇതില്. ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? പ്രാരാബ്ധം എന്നുള്ളത്. പ്രാരാബ്ധം എന്നുള്ളത് എങ്ങനെ എഴുതും? പ്രാരാബ്ധമാണ്. ബായും ചന്ദ്രകലയാണ്. പ്രാരാബ്ധം ഇങ്ങനെയാണ്. ഞാൻ മറിച്ചിട്ട് ധായാണ് പ്രാരാബ്ധം എന്നൊക്കെ തോന്നും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. പക്ഷെ ഓപ്ഷൻ ഡി ആണ് പ്രാരാബ്ധം എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത് ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? നെന്മണി, പടക്കളം, നിറപറ, തിരുവോണം. ഇതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം പടക്കളമാണ്, പടക്കളം. അടുത്ത് ആകാശം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ആകാശം എന്ന പദത്തിന്റെ പര്യായം ഇതിൽ അല്ലാത്തത് ഏതാണ്? വ്യോമമാണ്, വ്യോമം. വാനം, ഗഗനം, കുമുദം ഇതൊക്കെ ആകാശമാണ്, വ്യോമമാണ് ആകാശത്തിന്റെ പര്യായ പദം അല്ലാത്തത്. അടുത്ത് നോക്കി, കേശവീയം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ് ആരാണ്? കേശവീയം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ഓക്കെ, കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് കേശവീയം എന്ന മഹാകാവ്യത്തിന്റെ കർത്താവ്. അടുത്ത ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാരാണ്? ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി ഗോപാലനാണ്. ഓക്കെ, പി സി കുട്ടിക്കൃഷ്ണനാണെന്ന് ചിന്തിക്കരുത്. പി സി ഗോപാലനാണ് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ടു ഗോ ഓൺ എന്നതിന്റെ അർത്ഥം എന്താണ്? ടു ഗോ ഓൺ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? നടന്നു പോവുക എന്നാണ്. ഓക്കെ, നടന്നു പോവുക എന്നുള്ളതാണ് ടു ഗോ ഓൺ എന്ന പദത്തിന്റെ അർത്ഥം. ഓക്കെ, where there is a will there is a way എന്നതിന്റെ സമാനമായ പഴഞ്ചൊല്ല് എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? 2007 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ്. തണുപ്പുണ്ട് ഇതിലെ സന്ധി ഏതാണ്? തണുപ്പുണ്ട് എന്നുള്ള സന്ധി ആഗമസന്ധി. തണുപ്പ് പ്ലസ് ഉണ്ട് ആണ് തണുപ്പുണ്ട് ആഗമസന്ധി. അടുത്ത് നോക്കി, ശരിയല്ലാത്ത പ്രയോഗം ഏതാണ്? ഇതിൽ അതേ തെറ്റായിട്ടുള്ള പ്രയോഗം ഏതാണ്? ഓക്കെ, മറ്റു ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. വർഷം തോറും ഇടവപ്പാതിക്ക് മഴ പെയ്യുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത്. വർഷം തോറും വേനലവധിക്ക് 2 മാസം സ്കൂൾ അടയ്ക്കുന്നു. ഇതില് ശരിയല്ലാത്ത അതായത് തെറ്റായ പ്രയോഗം വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയുന്നത്. ഓക്കെ, കാർത്തിക എന്ന് പറയുന്ന ഒരു ദിവസമാണ് അല്ലേ കാർത്തിക ദീപം തെളിയുന്നത്. വൃശ്ചിക മാസത്തിലാണ് കാർത്തിക ദീപം തെളിയുന്നത് മതിയായിരുന്നു. ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള പ്രയോഗം ഇതാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ ഒറ്റവാക്ക് എന്താണ്? ഉണർന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ജാഗരം അല്ലെ, ജാഗരൂകരായിരുന്നു അല്ലെ, ഉറങ്ങാതെ കാത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ജാഗരം. എപ്പോഴും എന്നർത്ഥം വരുന്ന പദം ഏതാണ്? എപ്പോഴും എന്ന് പറഞ്ഞാൽ സർവ്വത അല്ലെ, സർവ്വത, എപ്പോഴും. സർവ്വത എന്ന് പറഞ്ഞാൽ എപ്പോഴും. അരങ്ങു കാണാത്ത നടൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അരങ്ങു കാണാത്ത നടൻ എന്ന
കൃതിയുടെ കർത്താവ് മുരളിയാണ് അരങ്ങ് കാണാത്ത നടൻ എന്ന കൃതിയുടെ കർത്താവ്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. ജോർജ് വർഗീസ് ആണ് കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? കയറാണ് കേട്ടോ, കയർ. ഓക്കെ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി കയറാണ്. ആപ്പിൾ ഇൻ വൺ സൈസ്, ഈ ശൈലിയുടെ മലയാള പരിഭാഷ ഏതാണ്? ആപ്പിൾ ഇൻ വൺ സൈസ് കൺമണി എന്നുള്ളതാണ് കേട്ടോ, കൺമണി. അടുത്ത് നോക്കിയ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതാണ്. ആപ്പിൾ ഇൻ വൺ സൈസ്, ആപ്പിൾ ഇൻ വൺ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺമണി അല്ലേ, കൺമണിയാണ് ആപ്പിൾ ഇൻ വൺ സൈസ്. അടുത്ത് നോക്കിയ പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം, ഇത് ഏത് കൃതിയിലെ വരികളാണ്? കുടിയൊഴിക്കലാണ് കേട്ടോ. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്നുള്ള വരികൾ ഇത് കുടിയൊഴിക്കലിലെ വരികളാണ്. അഭ്യസ്ത വിദ്യൻ എന്ന പദം വിഗ്രഹിക്കുമ്പോൾ എന്ത് കിട്ടും? അഭ്യസ്ത വിദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യസിക്കപ്പെട്ട വിദ്യയോട് കൂടിയവനാണ് അഭ്യസ്ത വിദ്യൻ എന്നുള്ളത്. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം എന്താണ്? കൂപമണ്ഡൂകം എന്നാണ് താനാണ് കേമൻ എന്ന മിഥ്യാബോധമാണ് കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ ആശയം. അതിലുള്ള അല്പജ്ഞൻ എന്നൊരു അർത്ഥവും കൂടിയുണ്ട് കേട്ടോ, അല്പജ്ഞൻ. കൂപമണ്ഡൂകത്തിന് അല്പജ്ഞൻ എന്നും പറയാറുണ്ട്. താനാണ് കേമൻ എന്ന മിഥ്യാബോധവും കറക്റ്റ് ആണ്. നദിയുടെ അർത്ഥം ഇതിലേതാണ്? വാഹിനിയാണ്, വാഹിനിയാണ് നദിയുടെ അർത്ഥം. അടുത്ത് നോക്കിയേ, സാഹിത്യവാരഫലം എന്ന പംക്തി കൈകാര്യം ചെയ്ത മലയാള നിരൂപകൻ ആരാണ്? എം കൃഷ്ണൻ നായരാണ്. എം കൃഷ്ണൻ നായരാണ് സാഹിത്യവാരഫലം എന്ന പംക്തി കൈകാര്യം ചെയ്ത മലയാള നിരൂപകൻ. അടുത്ത മലയാളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? മലയാളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ്. സി വി രാമൻപിള്ളയാണ് മലയാളത്തിന്റെ സ്കോട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. അടുത്ത് നോക്കിയേ, വാക് പ്ലസ് വാദം, ഇതിന്റെ സന്ധി ഏതാണ്? വാക് പ്ലസ് വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്വാദമാണ്. സന്ധി ചെയ്യുമ്പോൾ കിട്ടുന്നത് വാഗ്വാദം, വാഗ്വാദമാണ് വാക് പ്ലസ് വാദം. അടുത്ത് തിങ്ക് ബിഫോർ യു ലീപ് എന്ന പദത്തിന് സമാനമായ ചൊല്ലേതാണ്? ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത്. തിങ്ക് ബിഫോർ യു ലീപ്, ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടരുത്. പിൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണ്? പിൻവിനയച്ചത്തിന് ഉദാഹരണം വരാൻ പറഞ്ഞു എന്നുള്ളതാണ്. അടുത്ത് നോക്കിയേ, പ്രകൃതി നിയമം എന്ന നോവലിന്റെ മലയാള നോവലിന്റെ കർത്താവ് ആരാണ്? പ്രകൃതി നിയമം എന്ന മലയാള നോവലിന്റെ കർത്താവ് സി ആർ പരമേശ്വരൻ ആണ്. അടുത്ത കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായ ഒറ്റപ്പദം ഏതാണ്? കുറ്റം പറയുകയ്ക്ക് പകരമായ ഒറ്റപ്പദം ഏതാണ്? പഴിക്കുക. ഓക്കെ, പഴിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക എന്നാണ്. ഇടവം പ്ലസ് പാതി എങ്ങനെ ചേർത്ത് എഴുതും? ഇടവം പ്ലസ് പാതി ഇടവപ്പാതിയാണ്, ഇടവപ്പാതി. അപ്പൊ ഇടവപ്പാതി എങ്ങനെ പിരിച്ചെഴുതും? ഇടവം പ്ലസ് പാതിയാണ് ഇടവപ്പാതി. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ അതിനെ എന്ത് പറയും? ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ നാനാർത്ഥം എന്ന് പറയും. നാനാർത്ഥമാണ് ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും. ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും. കയ്യ് കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ എന്ത് രൂപം ലഭിക്കും? കയ്യ് കാല് എന്ന പദങ്ങളെ സമാസിച്ചാൽ കൈകാലുകൾ എന്ന് കിട്ടും, കൈകാലുകൾ. ഈ കാണുന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? ആശ്ചര്യ ചിഹ്നമാണ് അല്ലെ, ആശ്ചര്യ ചിഹ്നം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത, തോമസും സെബാസ്റ്റ്യനും നടക്കുകയും ചെയ്തു. ഈ വാക്യത്തിൽ വ്യാകരണ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തുക. നടക്കുകയും ചെയ്തു അല്ലെ, തോമസും സെബാസ്റ്റ്യനും നടന്നു മതി, നടക്കുകയും ചെയ്യുന്നുള്ളത് ഇവിടെ തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. ഇവള് മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നൊക്കെ പറയാറില്ലേ? അപ്പൊ തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുകയാണ് മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാല്. അടുത്ത്, മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? മരത്തിൽ എന്നുള്ള വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? ആധാരിക വിഭക്തിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായത് ഏതാണ്? വിമ്മിട്ടോ ആണ്. വിമ്മിഷ്ടം എന്ന് നമ്മൾ പറയും, പക്ഷെ വിമ്മിട്ടോ എന്നാണ് എഴുതുന്നത്, വിമ്മിട്ട. അടുത്ത, സുമിത്രയുടെ പുത്രനെ എന്ത് പറയും? സുമിത്രയുടെ പുത്രൻ സൗമിത്രി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുക? ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ആ പ്ലസ് അള്ളിനെ എന്ത് പറയും? ആ പ്ലസ് അൾ, അവൾ. അവളാണ് ആ പ്ലസ് അൾ. വിൺ പ്ലസ് സ്ഥലത്തിന് എന്ത് പറയും? വിൺ പ്ലസ് സ്ഥലം വിണ്ടലമാണ്, വിണ്ടലം. ഇണ്ടയാണ് വിൺ പ്ലസ് സ്ഥലം വിണ്ടലം.
അടുത്തത് ധനം വിപരീത പദം എഴുതുക. ധനത്തിന്റെ വിപരീത പദം എന്താണ്? ഋണമാണ് കേട്ടോ. ഇനി അധനമൊന്നും ദാരിദ്ര്യമൊന്നും വിചാരിക്കരുത്. ധനത്തിന്റെ വിപരീതം ഋണമാണ്. അടുത്ത പര്യായ പദം അല്ലാത്തത് ഏത്? കള്ളത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? വാഞ്ചിതമാണ്. വ്യാജം, പൊളി, കൈതവം. ഓക്കെ, പൊളി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്കൂളിൽ, ഇതൊക്കെ കള്ളമാണ്. അപ്പൊ പര്യായ പദം, കള്ളത്തിന്റെ പര്യായ പദം അല്ലാത്തത് വാഞ്ചിതമാണ്. ശരിയായ പദം കണ്ടെത്തുക. അഞ്ജനാബസ് എങ്ങനെ എഴുതും? അഞ്ജനാബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി. ഇത് എങ്ങനെയാണ് എഴുതുക? അഞ്ജനാബസ് എന്നുള്ളതാണ്. അടുത്ത് നോക്കിയ അർത്ഥവ്യത്യാസം എഴുതുക. നാഗം, നാഗം, ഇതിന്റെ അർത്ഥം വ്യത്യാസം എന്താണ്? നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗവും, നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുമാണ്. ഇതും കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മാതങ്കി കുമാരനാശാന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മാതങ്കി ചണ്ടാല ഭിക്ഷുകിയാണ്. ചണ്ടാല ഭിക്ഷുകിയിലെ കഥാപാത്രമാണ് മാതങ്കി. കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അടുത്ത ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ഏതാണ്? നജീബാണ് അല്ലെ? നജീബ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതും തോന്നുന്നു. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ്. MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ഏതാണ്? മുമ്പ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? നമ്മൾ മുമ്പ് ഈ ക്വസ്റ്റ്യൻ കണ്ടു. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? M മുകുന്ദനാണ്. M മുകുന്ദനാണ് 2018 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരി ആരാണ്? വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യത്തെ സാഹിത്യകാരി ബാലാമണി അമ്മയാണ് കേട്ടോ. ബാലാമണി അമ്മ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അത് ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തീയെയും വെള്ളത്തെയും നേരിടുക, തീയെയും വെള്ളത്തെയും ഭയപ്പെടുക, ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക, ലക്ഷ്യം നേടാൻ ശ്രമിക്കുക. ഇതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക. അടുത്ത മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ എന്ന് പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക, അല്ലെങ്കിൽ കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നും പറയും. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ എന്ന് പറഞ്ഞാൽ കാറ്റുള്ളപ്പോൾ തൂറ്റുക. there is a will there is a way എന്ന് പറഞ്ഞ എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വീരസേനന്റെ പുത്രനെ എന്ന് പറയും? വീരസേനന്റെ പുത്രനെ വൈരസേനി എന്ന് പറയും. അടുത്ത് മാതൃക പോലെ പിരിച്ചെഴുതുക. മാതൃക നോക്കിയ വാഴച്ചുവട്, വാഴയുടെ ചുവട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജീവിതാവസ്ഥ എന്ത് പറയും? ജീവിതത്തിന്റെ അവസ്ഥ. ജീവിതത്തിന്റെ അവസ്ഥ, ജീവിതമാകുന്ന അവസ്ഥയല്ല, ജീവിതം ഒരു സാധനമല്ല, അങ്ങനെയാണ്. ജീവിതത്തിന്റെ അവസ്ഥയാണ് ജീവിതാവസ്ഥ. അടുത്ത പര്യായപദം അല്ലാത്തത്, ശരീരത്തിന്റെ പര്യായം അല്ലാത്തത് ഇതിലേതാണ്? ഹൃദമാണ് കേട്ടോ. മെയ്യ്, തനു, കായം ഒക്കെ ശരീരമാണ്. ഹൃദമാണ് ശരീരത്തിന്റെ പദമല്ലാത്തത്. അടുത്ത ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ ഏത് അർത്ഥമാണ് പ്രയോഗിക്കുക? ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപമാനിക്കുകയാണ് കേട്ടോ. അപമാനിക്കുകയാണ് ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. വിപരീത പദം കണ്ടെത്തുക. ആധിക്യം. ആധിക്യത്തിന്റെ വിപരീത പദം എന്താണ്? വൈരല്യം. ഓക്കെ, ആധിക്യം എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെ? വൈരല്യം എന്ന് പറഞ്ഞാൽ കുറച്ചാണ്. അപ്പൊ ആധിക്യത്തിന്റെ വിപരീത പദം വൈരല്യമാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് MK മേനോനാണ് കേട്ടോ. MK മേനോനാണ്. മുമ്പും ചോദിച്ചിട്ടുണ്ട്. MK നമ്മൾ കണ്ടു ഈ ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പൊ MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുക, ധന്യമാക്കൂ മമലെ വിവേകികൾ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? നളിനിയിലെ വരികളാണ് കേട്ടോ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നുള്ളത് നളിനി, കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ്. നത്തിങ് ഈസ് വർ ദാൻ ദിസ് ഡേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. നത്തിങ് ഈസ് വർ ദാൻ ദിസ് ഡേ എന്ന് പറഞ്ഞാല് ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. അടുത്ത് നോക്കിയേ. ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം അപകടമാണ്. ഓക്കെ, ദ ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം അപകടകരമാണ്. രാമനാൽ എന്നത് ഏത് വിഭക്തിക്ക് ഉദാഹരണമാണ്? രാമനാൽ പ്രയോജിക വിഭക്തിയാണ്. പ്രയോജിക വിഭക്തിക്ക് ഉദാഹരണമാണ് രാമനാൽ എന്നുള്ളത്. വിൽ പ്ലസ് ടു വിറ്റു, ഇത് ഏത് സന്ധിയാണ്? വിൽ പ്ലസ് ടു ആണ്. വിറ്റു ആദേശസന്ധിയാണ്. ആദേശസന്ധി. ഇതിന് ശരിയായ പദം അനർഘം എന്നുള്ളതിന്റെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അനർഘം. ഇങ്ങനെയാണ് എഴുതുന്നത്, അനർഘം. അടുത്ത് നോക്കിയേ. അർത്ഥം എഴുതുക. ഉടജം. ഉടജം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമമാണ് കേട്ടോ. ഉടജം എന്ന് പറഞ്ഞാൽ ആശ്രമമാണ്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം ആരുടേതാണ്? മലയാളത്തിലെ ആദ്യത്തെ
സൈബർ നോവലായ നൃത്തം എം മുകുന്ദന്റെ ആണ് കേട്ടോ. എം മുകുന്ദന്റെ ആണ് നൃത്തം എന്നുള്ള കൃതി. ഇത് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ്. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ആശാ മേനോൻ കെ ശ്രീകുമാറാണ് കേട്ടോ. കെ ശ്രീകുമാറാണ് ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. സാറാ തോമസിന്റെ ഏത് നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? സാറാ തോമസിന്റെ നാർമടി പുടവയാണ് കേട്ടോ. നാർമടി പുടവ എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക, ഇതിനെന്ത് പറയും? കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക ഗീത സ്ലിപ്പ് എന്ന് പറയും. ഗീത സ്ലിപ്പാണ് കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുക. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ദ എൻഡ് ആണ് കേട്ടോ. ദ എൻഡ് ആണ് ഭരതവാക്യം. അടുത്ത പിഞ്ഞാണ വർണ്ണം ശരിയായി എങ്ങനെ വിഗ്രഹിച്ച് ചെയ്ത്? പിഞ്ഞാണ വർണ്ണം പിഞ്ഞാണത്തിന്റെ വർണ്ണം. ഓക്കെ, പിഞ്ഞാണം കൊണ്ടുള്ള വർണ്ണം എന്നൊന്നും വിചാരിക്കരുത്. പിഞ്ഞാണം അല്ലെ, പിഞ്ഞാണം എന്ന് പറഞ്ഞാൽ പാത്രം, അതിന്റെ വർണ്ണമാണ്. അപ്പൊ പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് പിഞ്ഞാണ വർണ്ണം. അടുത്ത ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. നമ്മൾ മുമ്പേയും കണ്ടു അല്ലെ, ഈ ക്വസ്റ്റ്യൻ കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. ചുരുക്കി പറയുകയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നുള്ള ശൈലിയുടെ വ്യാഖ്യാനം. യഥാവിധി എങ്ങനെ വിഗ്രഹിച്ച് എഴുതും? യഥാവിധി, വിധി എങ്ങനെയോ അങ്ങനെ, അതാണ് യഥാവിധി. യഥാവിധി എങ്ങനെ വിഗ്രഹിച്ച് എഴുതും? വിധി എങ്ങനെയോ അങ്ങനെ, അതാണ് യഥാവിധി. ഇതിൽ ശരിയായ പദം കയ്യാമോ എന്നുള്ളതാണ് ശരിയായ പദം. ഇങ്ങനെയാണ്. ഓപ്ഷൻ എ ആണ്, കയ്യാമോ ആണ്. 2 ഈ ആണെന്നൊക്കെ വിചാരിക്കരുത്. കയ്യാമോ ആണ് ശരിയായ പദം. അടുത്ത് നോക്കി പിരിച്ചെഴുതുക. കണ്ണീർ പാടം. കണ്ണീർ പാടത്തിന് എങ്ങനെ പിരിച്ചെഴുതും? കണ്ണീർ പ്ലസ് പാടമാണ് കണ്ണീർ പാടം. കണ്ണീർ പ്ലസ് പാടമാണ് കണ്ണീർ പാടം. അടുത്ത സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം എങ്ങനെ എഴുതാം? സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് സന്തോഷപ്രദം. സന്തോഷപ്രദം. അലിംഗ ബഹുവചനത്തിന് ഇതിൽ ഉദാഹരണം ഏതാണ്? അലിംഗ ബഹുവചനം പണിക്കാറാണ് അല്ലെ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് ഒരു എന്താണ്? സലിംഗ ബഹുവചനമാണ് അല്ലെ. സ്ത്രീകളെ മാത്രം പറയുന്നു. സ്വാമികളാവുമ്പോഴാണെങ്കിലോ പൂജക ബഹുവചനമാണ്. ഇതിലെ അലിംഗ ബഹുവചനം ഇതില് പണിക്കാറാണ്. പണിക്കാരാകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പെടും പണിക്കാർ. പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ്? പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം ആലാണ്. ആൽ. ശരിയായ പദം പങ്കാളിത്തം എന്നുള്ളതിന്റെ ഇതിലെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി. ഇത് ഇങ്ങനെയാണ്, പങ്കാളിത്തം ആണ്. ത്വം എന്നൊന്നും വിചാരിക്കരുത്, പങ്കാളിത്തം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകിയെത്താനേ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂറേ വൈകിയെത്താൻ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകിയെത്താനേ കഴിഞ്ഞുള്ളൂ. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ. ഇതിലെ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉദ്ഘാടകന് 2 മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, വൈകിയേ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം. വൈകിയേ. അടുത്ത് നോക്കിയേ, അവതാരകന്റെ സ്ത്രീലിംഗം ഏത്? അവതാരകന്റെ സ്ത്രീലിംഗം അവതാരക. അത് നമുക്കറിയാം അല്ലെ, അവതാരക. നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെയും കണ്ടു അർത്ഥവ്യത്യാസം. നാഗവും നാഗവും അല്ലെ. ഇവിടെ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് അല്ലെ, സ്വർഗം. നാഗം, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പും നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗവുമാണ്. അടുത്ത് ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ് എന്നതിന് സമാനമായ വാക്യം ഏതാണ്? ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റിന്റെ സമാനമായ വാക്യം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ്. ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് എന്നുള്ളതാണ് ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ്. അലിംഗ ബഹുവചനത്തിനെതിരെ ഉദാഹരണം ഏതാണ്? പശുക്കൾ, സ്വാമിമാർ, കുട്ടികൾ, അവർകൾ. അലിംഗം എന്ന് പറയുമ്പോൾ രണ്ടും പെടും, സ്ത്രീലിംഗവും പുല്ലിംഗവും പെടും. പശുക്കളില് അത് വരുന്നില്ല അല്ലെ. സ്വാമിമാർ അത് പൂജക ബഹുവചനമാണ്. അവർകളും പൂജക ബഹുവചനമാണ്. അപ്പൊ കുട്ടികളില് ആൺകുട്ടികളും പെൺകുട്ടികളും പെടും. ഓക്കെ, അപ്പൊ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഇതിലെ കുട്ടികളാണ്. ഇനി വിക്ഷേപിണി ചിഹ്നം ഇതിൽ ഏതാണ്? വിക്ഷേപിണി ചിഹ്നം ഇതില് ഈ ആശ്ചര്യ ചിഹ്നമാണ് കേട്ടോ. ഈ ചിഹ്നം ഏത് ചിഹ്നമാണെന്ന് ആദ്യം ചോദിച്ചു. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെയും നേരത്തെയും കണ്ടു അല്ലെ. ആശ്ചര്യ ചിഹ്നത്തിന് മറ്റൊരു പേരും കൂടെയുണ്ട്, വിക്ഷേപിണി ചിഹ്നമാണ്. വിക്ഷേപിണി ചിഹ്നം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘോഷാക്ഷരം ഏത്? ഘോഷാക്ഷരം നമ്മള് വ്യഞ്ജനങ്ങളെ ഖരം, മൃദു, ഘോഷം എങ്ങനെയൊക്കെ തിരിക്കാറുണ്ട്. ഇതില് ഘോഷാക്ഷരം എന്ന് പറഞ്ഞാൽ ധായാണ്. ഈ ഓപ്ഷൻ സി ആണ്, ധ. താമര പ്ലസ് കുളം ഇവ ചേർത്ത് എഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? താമര പ്ലസ് കുളം താമരക്കുളമാണ്. ദ്വിത്വസന്ധിയിലാണ് ഇത് വരുന്നത്, ദ്വിത്വസന്ധി. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. ഇതിൽ കണ്ടോ, പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഏകദേശം 50ഓളം പ്രളയബാധിതർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിലെ പ്രളയബാധിതരായി ഏകദേശം 50ഓളം പേർ കഴിയുന്നുണ്ട്. ഇതൊന്നും ശരിയാവുന്നില്ല അല്ലെ. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്, ശരിയാവുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശ്ലോകത്തിൽ കഴിക്കുക കണ്ടോ, എത്ര തവണ ചോദിച്ചു കണ്ടോ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്?
വളരെ സംഗ്രഹിക്കുക അല്ലെ, ചുരുക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, വളരെ സംഗ്രഹിക്കുക. അടുത്ത നോക്കി, സൂര്യന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ആദിത്യൻ, അരുണൻ, ആര്യമാവൊക്കെ സൂര്യനാണ്. സോമനാണ് സൂര്യന്റെ പര്യായ പദം അല്ലാത്തത്. വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായപ്പൻ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, പിന്നെയും ചോദിച്ചു, PC ഗോപാലനാണ് അല്ലെ. PC ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? ഓടക്കുഴലാണ്. ഓടക്കുഴലാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? മുതലക്കണ്ണീർ ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നാണ്. ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നുള്ളതാണ് മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. അക്കിലസിന്റെ ഉപ്പുറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? അക്കിൽസ് ഹീൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്താണ്? ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എനിക്ക് 10 തേങ്ങകൾ വേണം, എനിക്ക് 10 തേങ്ങ വേണം, എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്, എനിക്ക് 10 തേങ്ങകളോളം വേണം. എന്താണ് ഇതിൽ ശരിയായിട്ടുള്ളത്? എനിക്ക് 10 തേങ്ങ വേണം. ഓക്കെ, നമ്മൾ തേങ്ങകൾ എന്ന് പറയാറില്ല കേട്ടോ. തേങ്ങ, ഇനി 500 തേങ്ങയാണെങ്കിൽ തേങ്ങ എന്ന് തന്നെ പറയും, തേങ്ങകൾ എന്നിങ്ങനെ പറയാറില്ല. ഓക്കെ, അപ്പൊ 10 തേങ്ങ വേണം എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത നോക്കി, അവരജൻ എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? അവരജൻ അഗ്രജൻ അല്ലെ. അഗ്രജൻ, അവരജൻ. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പദം ഏതാണ്? ഉദ്ഗ്രഥിതം. ഉദ്ഗ്രഥിതം ഇതിലെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ എ. ഇങ്ങനെയാണ് ഇന്ന് ഉദ്ഗ്രഥിതം. അടുത്ത നോക്കിയേ, ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഏതാണ്? ഭഗിനി എന്ന പദം ഭ്രാതാവ്. ഭ്രാതാവ്, ഭഗിനി. ഭ്രാതാവ്, ഭഗിനി. അഗ്നി എന്നതിന്റെ പര്യായ പദം എന്താണ്? അഗ്നി എന്ന് പറഞ്ഞാൽ അനലനാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ അനലനാണ്. അടുത്ത് സ്ത്രീലിംഗം ലേഖകന്റെ സ്ത്രീലിംഗം. ലേഖകൻ, ലേഖികയാണ്. ലേഖകൻ, ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോ എന്താ പറയുക? ശരത് ചന്ദ്രൻ. ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇച്ചയാണ് ചായും കൂടെയാണ് വിചാരിക്കുന്നത്. ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ചേർത്ത് എഴുതും? ശരത് ചന്ദ്രൻ എന്നുള്ളതാണ്. അടുത്ത് ഫലേച്ച കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നിഷ്കാമം. നിഷ്കാമം. നമ്മൾ നിഷ്കാമം പ്രവർത്തിക്കുക എന്ന് പറയും. ഫലേച്ച കൂടാതെ പ്രവർത്തിക്കുക. ഓക്കെ, ഫലേച്ച കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നിഷ്കാമം എന്നുള്ളതാണ്. അടുത്ത് നോക്കിയേ, ശ്ലാഘ്യം വിപരീത പദം എന്തെഴുതും? ശ്ലാഘ്യം, ഗർഹ്യം. ശ്ലാഘ്യം എന്ന് പറഞ്ഞാൽ ഗർഹ്യമാണ്. വാഗർത്ഥം വിപരിക്കുമ്പോൾ എന്ത് കിട്ടും? പിരിക്കുമ്പോൾ വാഗർത്ഥം. വാക്ക് പ്ലസ് അർത്ഥമാണ്. വാക്ക് പ്ലസ് അർത്ഥമാണ് വാഗർത്ഥം. അടുത്ത ശരിയായ വാക്യം എഴുതുക. ഓക്കെ, അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. കണ്ട, ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുക നല്ലതെന്നുള്ളത് വേണ്ട. അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓക്കെ, അവന്റെ ഭാവിയെ പറ്റി ആശങ്കാകുലനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തിട്ടാണ്. അപ്പൊ ഇവിടെ ഓർത്ത് വേണ്ട. ഓരോ വീട് തോറും വേണ്ട. ഓക്കെ, വീട് തോറും കയറണം എന്നുള്ളത് മതി. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത പൂജക ബഹുവചനത്തിന് ഇതിൽ ഉദാഹരണം നിങ്ങളാണ് കേട്ടോ. നിങ്ങളാണ്. നീ എന്ന് പറയുന്നതിനേക്കാൾ ബഹുമാനത്തോടെ നിങ്ങൾ. ഓക്കെ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം നിങ്ങളാണ്. അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം, ഗുഹ. കണ്ഠരം ആണെങ്കിൽ കഴുത്ത്. കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്തല്ലേ. കണ്ഠരം കഴുത്താണ്. കന്ധരം ഗുഹ, കണ്ഠരം കഴുത്ത്. അടുത്ത് നോക്കിയേ, ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം പ്രായോഗികമല്ലാത്തത്. ഓക്കെ, ഇത് ഉട്ടോപ്യൻ പരിഷ്കാരമാണെന്ന് പറയാം അല്ലേ. അതായത് നമുക്ക് പ്രയോഗിക്കാൻ ഇംപ്ലിസിറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഉട്ടോപ്യ എന്ന ശൈലിയിലെ ആശയം എന്താണ്? ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്തത്. ഓക്കെ, നമ്മളിത് ഉട്ടോപ്യൻ പരിഷ്കാരമാണെന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെ, പ്രായോഗികമാക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ പ്രായോഗികമല്ലാത്തത് എന്നുള്ള ശൈലിയാണ് ഉട്ടോപ്യ എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡാഷാണ് ഉന്മലീനത്തിന്റെ വിപരീത പദം. നിമീലനമാണ് ഉന്മീലനം. ഓക്കെ, നിമീലനം, ഉന്മീലനം. നിമീലനത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഉന്മീലനം. അടുത്ത നോക്കിയേ, കണ്ടു എന്ന് എങ്ങനെ പിരിച്ചെഴുതും? കൺ പ്ലസ് 2 ആണ്. കൺ പ്ലസ് 2 ആണ് കണ്ടു. അടുത്ത് നോക്കിയേ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൈതവം. ഇതില് ആദർശം, ദർപ്പണം, കണ്ണാടിയൊക്കെ ഇതിന്റെ പര്യാത പദമാണ്. ഇതിൽ പെടാത്തത് കൈതവമാണ്. അടുത്ത് നോക്കിയേ, ആ പ്ലസ് അൻ എന്ന് പറഞ്ഞാല് ചേർത്ത് എഴുതുമ്പോ അവൻ. ഇതിലെ സന്ധി ഏതാണ്? ആഗമസന്ധിയാണ് അല്ലേ.
ആഗമസന്ധിയാണ് ഇതിൽ വരുന്നത്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ശൈലി എന്താണ്? കണ്ണിലുണ്ണി അല്ലെ? കണ്ണിലുണ്ണിയാണ് ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നതിന്റെ അർത്ഥം എന്താണ്? കൊച്ചിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പറയാണ് അല്ലെ? കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നുള്ളത്. മടി പ്ലസ് ശീല എന്ന് പറയും മടിശീലയാണ് കേട്ടോ. മടിശീല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ ശരിയായ പദം യാദൃച്ഛികം എന്നുള്ളത് ശരിയായ പദം എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ്. യാദൃച്ഛികം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് പറയും പിപാസോ അല്ലെ? പിപാസോ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുടെ ഒറ്റ പദം പിപാസോ. വെള്ളത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ പ്രവർത്തിക്കുക. അയാളത് വെള്ളത്തിൽ എഴുതി കളഞ്ഞു അല്ലെ? അതായത് പ്രവർത്തിക്കാൻ താല്പര്യമില്ലാതെ പറഞ്ഞു എഴുതി എന്നുള്ളതാണ്. ഓക്കെ, ഫലമില്ലാതെ പ്രവർത്തിക്കുകയാണ് വെള്ളത്തിൽ എഴുതുക. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന വേളി ശരിയായ പദം ഏതാണ്? സതീർത്ഥൻ എന്നെങ്ങനെയാണ്? സതീർത്ഥൻ. ഓപ്ഷൻ സി. ഇതെങ്ങനെയാണ് എഴുതുന്നത്? സതീർത്ഥൻ. അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. കണ്ടോ? കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ. തിക്തം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിപരീത പദം മധുരമാണ്. തിക്തം, മധുരം. അടുത്ത് നോക്കിയേ, ആപ്പിൾ ഓഫ് ദ ഐ എത്ര പ്രാവശ്യമായി അല്ലേ? ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം കണ്ണിലുണ്ണിയാണ് കേട്ടോ. കണ്ണിലുണ്ണി. അടുത്ത് നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്ന അർത്ഥം വരുന്ന പദം ചഷമാണ് കേട്ടോ. ചഷം. ചഷമാണ് മീൻ. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ശിങ്കിടി പാടുക കേട്ടോ. അപ്പൊ ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാല് ഏറ്റുപാടുക എന്നുള്ളതാണ്. ചുമ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കാസം. കാസം ചുമ എന്നുള്ള അർത്ഥം വരുന്നതാണ്. കരി പ്ലസ് പുലി കരിമ്പുലിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. കരിമ്പുലിയാണ് കരി പ്ലസ് പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏതാണ്? സ്വാമികൾ. ഓക്കെ, ബഹുമാനത്തോടെയാണ് സ്വാമിയെ നമ്മൾ സ്വാമികൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയ വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം വെയിലിന്റെ നാളം. ഓക്കെ, വെയിലിന്റെ നാളമാണ് വെയിൽ നാളം. കുലം കൂലം. ശരിയായ അർത്ഥജോഡി ഏതാണ് ഇതില്? കുലം കൂലം. അതുപോലെ ശരിയായ അർത്ഥജോഡി വംശം തീരമാണ്. വംശം തീരം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം ഏതാണ്? ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ് കേട്ടോ. മരുമകനാണ് ജാമാതാവ്. ശരിയായ വാക്യം ഏതാണ് ഇതില്? ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും. ബാക്കിയൊക്കെ തെറ്റാണ്. ഞാൻ എത്ര താമസിച്ച് കിടന്നും കൃത്യമായി ഉണരുകയും ചെയ്യും. തെറ്റാണ്. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരുകയും ചെയ്യും. തെറ്റാണ്. ഞാൻ എത്ര താമസിച്ച് കിടക്കുകയോ കൃത്യമായി ഉണരുകയും ചെയ്യും. തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ഞാൻ എത്ര താമസിച്ച് കിടന്നാലും കൃത്യമായി ഉണരും എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. NOC, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇതിന് തുല്യമായി ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? നിരാക്ഷേപ പത്രമാണ്. നിരാക്ഷേപ പത്രമാണ് NOCക്ക് പകരമായി ഉപയോഗിക്കാവുന്ന പദം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അലംഭാവം കാണിക്കുക. മതി എന്നുള്ള ഭാവമാണ് അലംഭാവം. അടുത്ത് ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ള. ഓക്കെ, ആർദ്രമായ നയനങ്ങൾ എന്നൊക്കെ പറയും അല്ലെ? ആർദ്രം എന്ന് പറഞ്ഞാൽ നനവുള്ള. അടുത്ത് നോക്കി, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് വിണ്ണാറാണ് കേട്ടോ. വിണ്ണാർ. അടുത്ത് നോക്കി, ഋഷികളെ സംബന്ധിച്ച ഇതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഋഷികളെ സംബന്ധിച്ചത് ആർഷ. ഓക്കെ, ആർഷം എന്ന് പറയും. ആർഷമാണ് ഋഷികളെ സംബന്ധിച്ചത്. ആർഷം. അടുത്ത സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ്? സർക്കുലർ എന്നതിന് പരിപത്രം. അടുത്ത് നോക്കി, ശരിയായ പദം കണ്ടെത്തുക. കവയിത്രി എന്നുള്ളതിന്റെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കവയിത്രിയാണ് കേട്ടോ. കവയിത്രി. കവിയിത്രി അല്ല, കവയിത്രിയാണ്. അടുത്ത് നോക്കിയ വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? വിദ്വാൻ വിദുഷിയാണ് കേട്ടോ. വിദ്വാൻ വിദുഷിയാണ്. അടുത്ത് അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ്? അശ്വത്ഥം അരയാലാണ്. അശ്വത്ഥം അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അല്ലെ? ജിജ്ഞാസ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കുറെ പ്രാവശ്യമായി. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. സ്വകീയത്തിന്റെ വിപരീത പദം പരകീയമാണ്. സ്വകീയം, പരകീയം. പിരിച്ചെഴുതുക. പടക്കളം. പടക്കളത്തിന് എങ്ങനെ പിരിച്ചെഴുതും? പട പ്ലസ് കളമാണ്. പട പ്ലസ് കളമാണ് പടക്കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ഭീഷണിപ്പെടുത്തുക. അടുത്ത് നോക്കി, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. മറ്റു ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വാങ്ങേണ്ടി വന്നു. ഗത്യന്തരമില്ലായപ്പോൾ ലീലയ്ക്ക് വീട് വാങ്ങേണ്ടി വന്നു. ലീലയ്ക്ക് മറ്റു ഗത്യന്തരമില്ലാതെ ആയപ്പോൾ വീട് വിൽക്കേണ്ടി വന്നു. ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നത് മറ്റു ഗത്യന്തരമില്ലാത്തപ്പോഴാണ്. ഗത്യന്തരം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ വേറെ വഴികൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ മറ്റു എന്നുള്ളത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്.
അടുത്ത് നോക്കിയേ, ചേർത്ത് എഴുതുക നൂല് പ്ലസ് നൂൽ. നൂല് പ്ലസ് നൂൽ നന്നൂലാണ്. നല്ലാണ് കേട്ടോ. നല്ല് പ്ലസ് നൂലാണ് നന്നൂൽ. ഓക്കെ, അപ്പൊ നന്നൂലിനെ എങ്ങനെ പിരിച്ചെഴുതും? നല് പ്ലസ് നൂലാണ് നന്നൂൽ. അടുത്ത് നോക്കി, ശരിയായ പദം. ഇതിലെ ശരിയായ പദം ഏതാണ്? അഗാധതയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, അഗാധതയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? ലേൺ ബൈ ഹാർട്ട്, ഹൃദ്യസ്ഥമാക്കുക. ലേൺ ബൈ ഹാർട്ട്, ഹൃദ്യസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ജന്മം മുതൽ എന്ന് പറഞ്ഞാൽ ആ ജന്മം എന്ന് പറഞ്ഞാല് ജന്മം മുതൽ. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏത്? മഞ്ഞിന്റെ പര്യായം അല്ലാത്തത് ഹരിണമാണ് കേട്ടോ. ഹിമം, നീഹാരം, തുഷാരം ഒക്കെ മഞ്ഞാണ്. ഹരിണമാണ് മഞ്ഞിന്റെ പര്യായം അല്ലാത്തത്. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ദുഷ്ടം എന്ന പദത്തിന്റെ വിപരീത പദം ശിഷ്ടനാണ് കേട്ടോ. ശിഷ്ടൻ, ദുഷ്ടൻ, ശിഷ്ടൻ. ഇനി വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. അടുത്ത് നോക്കിയേ, തീക്കനൽ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതും? തീക്കനൽ, തീ പ്ലസ് കനലാണ് തീക്കനൽ. തീ പ്ലസ് കനലാണ് തീക്കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നായികയാണ് കേട്ടോ, നായിക. അടുത്ത ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ശബ്ദം എന്ന അർത്ഥം വരാത്തത് വാണിയാണ് കേട്ടോ. രവം, സ്വനം, ധ്വനിയൊക്കെ ശബ്ദമാണ്. വാണിയാണ് ശബ്ദത്തിന്റെ അർത്ഥമായി വരാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? ഉദാഹരണം അല്ലാത്തതാണ് ഗുരുക്കൾ. ഓക്കെ, ഒരാളുണ്ടെങ്കിലും നമ്മൾ പൂജക ബഹുവചനമായി എന്താണ് ആദരവായി നമ്മൾ ഗുരുക്കൾ എന്ന് പറയും. ഓക്കെ, അവർകൾ, വൈദ്യർ, ഇതൊക്കെ പൂജക ബഹുവചനമാണ്. അധ്യാപകന്മാർ പൂജക ബഹുവചനമല്ല. അപ്പൊ നമ്മൾ 2014 മുതൽ 2024 വരെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മലയാളത്തിലെ PYQs ആണ് ഈ ഒരു വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.